الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وآل كل والصحابة أجمعين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أولم يروا إلى ما خلق الله من شيء يتفيأ ظلاله عن اليمين والشمائل سجدا لله وهم داخرون. صدق الله مولانا العظيم. وقال النبي صلى الله عليه وسلم: ما من عبد مسلم يصلي لله كل يوم 12 ركعة تطوعا غير فريضة إلا بنى الله له بيتا في الجنة. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു നമുക്കെല്ലാവർക്കും ഖൈർ ബറക്കത്തുകൾ നൽകട്ടെ. നമ്മളകപ്പെട്ടിട്ടുള്ള ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെയും എത്രയും വേഗത്തിൽ അല്ലാഹു നീക്കിത്തരട്ടെ. നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ളത്. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ ഒരു മനുഷ്യൻ്റെ ദീനും ദുനിയാവും ആഖിറത്തുമൊക്കെ വിജയിക്കാൻ മതിയായിട്ടുള്ള ചില സന്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്, നിർദ്ദേശങ്ങളും. അതിലൊന്ന് കൂടുതലായി നമ്മൾ ശ്രദ്ധിക്കുന്നത് തന്നെയായിരിക്കും. പക്ഷെ എന്നാലും ചില സ്ഥലങ്ങളിലും ചില ആളുകളൊന്നും വേണ്ടത്ര ഗൗരവം കാണാതെ പോകുന്ന ഒരു വിഷയം. നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, 5 നേരത്തെ നിസ്കാരം. നിസ്കരിക്കുന്ന ആളുകൾ ഈ 5 നേരം നിസ്കരിക്കുമ്പോൾ അവർക്ക് തോന്നുകയാണ് എന്തോ കാര്യമായിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഒരു ആത്മ സന്തോഷം ഉണ്ടാക്കുന്നത് നല്ല തന്നെയാണെങ്കിലും അതിനൊരു മറുവശം ഉണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഫർള് നിസ്കാരം സലാം വീട്ടി കഴിഞ്ഞ ഉടനെ അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് 3 പ്രാവശ്യം പടച്ചവനോട് പൊറുക്കൽ തേടി പ്രാർത്ഥിക്കും. എന്താ അതിൻ്റെ കാര്യം? നിസ്കാരം എന്ന ഇബാദത്താണ് നിർവഹിച്ചിട്ടുള്ളത്. അത് അള്ളാഹുവിന് ഉള്ള ഈ ആരാധന വേണ്ടതുപോലെ ആകാതെയായി പോയോ? എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടാവുമോ? അള്ള വിചാരിച്ചതുപോലെ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടതുപോലെ വരുന്നതിൽ എന്തെങ്കിലും കുറവുണ്ടാവുമോ എന്ന് ഭയപ്പെട്ടിട്ടാണ് അസ്തഗ്ഫിറുല്ലാഹ്, പഠിച്ചവനെ നീ പുറത്ത് തരണം, എന്നെ കൊണ്ടാവും പോലെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. എന്നാൽ അള്ളാഹുവിന്റെ ദൂതരാകട്ടെ ഒരു തെറ്റോ കുറ്റോ കുറവൊന്നും ഇല്ലാത്ത ഒരാളാണ്. എന്നിട്ട് പോലും അതങ്ങനെ അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ അവസ്ഥ എന്താണ്? അപ്പൊ നമ്മൾ 5 നേരം നിസ്കരിച്ചാൽ തന്നെ ഈ നിസ്കാരത്തിൽ കുറെ കുറ്റങ്ങള്, കുറവുകള്, ന്യൂനതകള്, പോരായ്മകള്, ചേരായ്മകള്, അങ്ങനെ പലതും നമ്മുടെ നിസ്കാരത്തിനകത്ത് കടന്നു വരും. ഈ ന്യൂനതകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗമായിട്ട് കൂടിയാണ് പരിശുദ്ധ ഇസ്ലാമിൽ ഫർള് നിസ്കാരങ്ങളോട് ഒപ്പം മുമ്പോ ശേഷമോ അല്ലെങ്കിൽ 2 നേരത്തോ ഒക്കെ ആയിട്ടുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ നമുക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഫർളുകളുടെ ന്യൂനതകൾ, കുറവുകൾ പരിഹരിക്കാനുള്ള മാർഗങ്ങളാണ് അവയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സുന്നത്തായ കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ ഫർള് നിസ്കാരങ്ങളോടൊപ്പം റവാത്തിബ് സുന്നത്തുകൾ കൂടി ഒരു മുസ്ലിമിന്റെ ദിനചര്യയിൽ വരണം. ഇതാണ് അബ്ദുല്ലാഹി ഹദ്ദാദ് തങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഉപദേശം. മഹാനവറുകൾ പറയാണ്, വദാലിക ലിഅന്ന നവാഫില ജവാബിറു ലിൽ ഫറാഇദ് കമാ വറദ. ഹദീസിലൊക്കെ വന്നിട്ടുണ്ട്. ഫർളുകൾക്ക് ഉണ്ടാകുന്ന ന്യൂനതകൾ പരിഹരിക്കുന്ന കാര്യങ്ങളാണ് സുന്നത്തുകൾ. ഫഇദാ വഖഅ ഫിൽ ഫർളി ഫരീദത്തിൻ നഖ്സുൻ വഖ്തിലാലുൻ, നമ്മൾ നിർവഹിക്കുന്ന ഫർളുകളിൽ വല്ല കുറവുകളോ കുറച്ച് വ്യത്യാസങ്ങളോ വന്നാൽ എങ്ങനെയാണത് വരുന്നത്? ബിസബബി ഖില്ലത്തി ഖുശൂഇ, നിസ്കാരത്തിൽ ഉണ്ടാകേണ്ട അച്ചടക്കം കുറഞ്ഞതുകൊണ്ട്,
നമുക്കൊക്കെ വരുന്ന പ്രശ്നമാണ് ഹൃദയ സാന്നിധ്യം കുറഞ്ഞു പോവുക. നിസ്കരിക്കുമ്പോൾ നിസ്കാരത്തെക്കുറിച്ചും പഠിച്ചവനെ കുറിച്ചും ഓർമ്മ വരുന്നതിന് പകരം നിസ്കരിക്കാൻ കൈയെട്ടിയാൽ എന്തൊക്കെയോ ഓർമ്മ വന്നു പോവുക എല്ലാവരുടെയും പ്രശ്നമാണ്. ചില ആളുകൾ വന്നിട്ട് പറയാറുണ്ട്, ഉസ്താദെ നിസ്കരിക്കാൻ കൈയെട്ടിയാൽ തീരെ ഭക്തി കിട്ടുന്നില്ല, ഒരു ശ്രദ്ധ കിട്ടുന്നില്ല, അതിന് എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥാവിശേഷങ്ങളിൽ ഒരു നിയന്ത്രണവും പക്വതയും പാകതയും വരാൻ ഉതകുന്ന ഒരു മന്ത്രമുണ്ട്. അത് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് തന്നെയാണ്. അലം നശ്റഹ് ലക സദറക വവദഅന അൻക വിസ്റക. ആ സൂറത്ത് നമ്മുടെ ഹൃദയത്തിന്റെ വിഷയങ്ങൾക്കൊക്കെ പരിഹാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഓതുന്ന, മന്ത്രിക്കുന്ന ആയത്തുകളാണ്. അത് പതിവാക്കുന്നത് നല്ലതാണ്, ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തിയെന്നുള്ളൂ. അപ്പൊ നിസ്കാരത്തിൽ ഉണ്ടാക്കുന്ന ഭക്തിക്കുറവ്, അച്ചടക്കക്കുറവ്, ശ്രദ്ധ കുറവ്, അല്ലെങ്കിൽ ഔവൈരിതാലി, ഇങ്ങനെ പലതും ഉണ്ടാവും. എന്നാൽ കാനത്തിൻ നവാഫിലു നിർവഹിക്കുന്ന സുന്നത്ത് നിസ്കാരങ്ങൾ മുത്തമ്മിമാത്തിൽ ലിദാലിക്കൽ മുഫസ്സാൽ, ആ കുറവുകളെ പൂർത്തീകരിക്കുന്ന കാര്യങ്ങളാണ് ഈ നിസ്കാരം, സുന്നത്ത് നിസ്കാരം. ആ ഭംഗം വന്നു പോയതിനെയൊക്കെ ഭംഗിയാക്കി തീർക്കുന്ന കാര്യങ്ങൾ കൂടിയാണ്. എന്തെങ്കിലും ഭംഗി കേടുകൾ, ഭംഗം വരിക എന്ന് പറഞ്ഞാൽ കുറവ്, തകരാറ് വരിക എന്നുള്ളതാണ്. അതിന്റെ രൂപത്തിലോ മട്ടത്തിലോ എന്തെങ്കിലും കുറവ്, മാറ്റം, വ്യത്യാസം വരിക എന്നുള്ളതാണ്. അതിനെ മാറ്റി ഭംഗിയുള്ള അമലുകളാക്കി മാറ്റാൻ, ഫർളുകളാക്കി മാറ്റാൻ ഉപയുക്തമാണ് നമ്മുടെ സുന്നത്ത് നിസ്കാരങ്ങൾ. ഇനി ഒരാൾ സുന്നത്ത് നിസ്കരിക്കാതെ ഫർള് മാത്രം നിസ്കരിച്ചാലോ ഹക്ക് കൂടും, അയാളുടെ ഫർള് കൂടും. പക്ഷെ ആ ഫർളിന്റെ അവസ്ഥ എന്താവോ, മല്ലഹു നാഫിലത്തുൻ, ഒരാൾക്ക് സുന്നത്തുകളൊന്നുമില്ല, ഫർള് മാത്രമേ ഉള്ളൂ എങ്കിൽ ബഖിയത്തു ഫരീദത്തുഹു നാഖിസതൻ, അവന്റെ ഫർള് ഈ ന്യൂനതയുള്ള ഫർളായിട്ട് അവശേഷിക്കും. ചില ആളുകൾ കണ്ടിട്ടില്ലേ, കൈയില്ലാത്തോല്, കാലില്ലാത്തോല്, നടക്കാൻ കഴിയാത്തോല്, കണ്ണ് കാണാത്തോല്, ഇങ്ങനെ പല വൈകല്യങ്ങളുള്ള ആളുകളെ കണ്ടിട്ടില്ലേ? ഇതുപോലെ നമ്മുടെ ഫർളായ കർമ്മങ്ങളും വൈകല്യങ്ങളുള്ള, ന്യൂനതകളുള്ള, കുറവുകളുള്ള കർമ്മങ്ങളായിരിക്കും. മാത്രമല്ല സുന്നത്ത് നിസ്കരിച്ചാൽ കിട്ടാവുന്ന പ്രതിഫലം വലിയ, ആ പ്രതിഫലം അവനക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഫർളുകളുടെ കുറവുകൾ പരിഹരിക്കപ്പെടാതെ പോകും, മറ്റൊന്ന് കിട്ടാവുന്ന വലിയ ഒരു നേട്ടം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ഇതാണ് അബ്ദുല്ലാഹി ഹദ്ദാദ് തങ്ങൾ ഓർമ്മപ്പെടുത്തിയത്. അവിടുന്ന് ഒരു കാര്യം സൂചിപ്പിച്ചു. മഹ്ശർ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ ലോകം അവസാനിച്ച് മരിച്ച ആളുകളൊക്കെ പുനർജനിച്ച് എല്ലാവരും ഒരുമിച്ച് കൂടുന്നൊരു മഹ്ശറും, അവിടെ വിചാരണയുണ്ട്, ഹിസാബ്. ഒരു വിശ്വാസിയോട്, ഒരു അടിമയോട് ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്ന ഒരു വിഷയം അവന്റെ കർമ്മകാര്യങ്ങളിൽ വെച്ച് നിസ്കാരത്തെ കുറിച്ചാണ്. അവൻ നിസ്കരിച്ചിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ തന്നെ അവന്റെ നിസ്കാരത്തിന്റെ അവസ്ഥ എന്ത് എന്നാണ് അവിടെ പരിശോധിക്കപ്പെടുക. യുഖാൽ, അവിടെ വെച്ചുകൊണ്ട് പറയപ്പെടും, ഫർള് നിസ്കാരങ്ങൾ നോക്കിയപ്പോ, ഫർളിന്റെ നോമ്പ് നോക്കിയപ്പോ, ഫർളായ സക്കാത്തിനെ കുറിച്ച് നോക്കിയപ്പോ, ഫർളായ ഹജ്ജിനെ കുറിച്ച് നോക്കിയപ്പോ അതിലൊക്കെ കുറച്ച് കുറവുകളൊക്കെ കണ്ടു. അപ്പൊ പറയപ്പെടുന്നതാണ്, മലക്കുകളെ നോക്കി, ഹല്ലഹു നാഫില, ഇയാൾക്ക് സുന്നത്തുകൾ കൂടി ഉണ്ടോ എന്ന് നോക്കൂ. തുക്മലു ബിഹാ സ്വലാത്തുഹു. അങ്ങനെ ആദ്യം വിചാരണ കിടക്കുന്ന നിസ്കാരത്തിന്റെ കാര്യം നോക്കിയിട്ട് ഫർളുകളിലുള്ള ന്യൂനത കണ്ടെത്തുമ്പോഴാണ് സുന്നത്തുകളുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പറയുന്നത്. സുന്നത്തുകൾ ഉണ്ടെങ്കിൽ ആ സുന്നത്ത് കൊണ്ട് ഈ ഫർളുകൾ പൂർത്തീകരിക്കപ്പെടും. അതാണ് അവസ്ഥ മഹ്ശറിൽ. അതുകൊണ്ട് സുന്നത്തുകൾ എന്ത് ചെയ്യണം, നമ്മൾ നിർവഹിക്കണം. ഇനി നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഒരു ലക്ഷ്യമുണ്ടല്ലോ, നമുക്കൊക്കെ നല്ല നിലക്ക് ജീവിച്ചിട്ട് സ്വർഗം കിട്ടണമെന്നാണ് ആഗ്രഹം. ആഗ്രഹിക്കുകയും സ്വർഗം ചോദിക്കുകയും വേണം. ഈ സ്വർഗം കിട്ടാനുള്ള മാർഗത്തെ കുറിച്ച് അള്ളാഹുവിന്റെ ദൂതർ നമുക്ക് പഠിപ്പിച്ചു തന്ന ഹദീസ്, അതാണ് നിങ്ങൾക്ക് കേൾപ്പിക്കുന്നത്. എന്താ അറിയോ? അവിടുന്ന് പറഞ്ഞു, മാമിൻ ആബിദിൻ മുസ്ലിം, ഏതൊരു മുസ്ലിമായ മനുഷ്യനും യുസല്ലി ലില്ലാഹി കുല്ല യൗമിൻ, എല്ലാ ദിവസവും അദ്ദേഹം നിസ്കരിക്കുന്ന പക്ഷം എത്ര, 12 റക്അത്ത് നിസ്കരിക്കുന്ന പക്ഷം, തതവ്വുഅൻ ഗൈറ ഫരീദ, ഫർളല്ലാത്ത വെറും സുന്നത്തായ നിസ്കാരങ്ങൾ എത്ര റക്അത്ത്? 12 റക്അത്ത്. ഒരു ദിവസം 12 റക്അത്ത് നിസ്കരിക്കുന്ന പക്ഷം, ഇല്ലാ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന,
ഓനിക്ക് തീർച്ചയായും അള്ളാഹു സ്വർഗത്തിൽ ഒരു ഭവനം പണി തീർക്കും. അപ്പൊ ഒരു ദിവസം 12 റക്അത്ത് സുന്നത്ത് ഫർളല്ലേ, സുന്നത്ത് 12 റക്അത്ത് നിസ്കരിച്ചാൽ ഓനിക്ക് സ്വർഗത്തിൽ ഒരു വീട് അല്ലാഹു തആല പണിതു നൽകും. ഇതാണ് അതിന്റെ പ്രതിഫലം പറയുന്നത്. സ്വർഗത്തിൽ ഒരു വീട് പണിയണമെങ്കിൽ ആദ്യം സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് പാസ്സാവണ്ടേ എന്ന് വെച്ചാൽ അതടക്കം ഇതിൽ പെടും. സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് പാസ്സായത് മാത്രമല്ല, സ്വർഗത്തിൽ നമുക്ക് അതിമനോഹരമായിട്ടുള്ള ഒരു ഭവനം കൂടി നമുക്ക് ലഭിക്കും. ഏതുണ്ടായാൽ? സുന്നത്തുകൾ ഉണ്ടായാൽ. അത് സുന്നത്ത് 12 റക്അത്ത് ചുരുങ്ങിയത് ഒരു ദിവസം. എത്ര റവാത്തിബ് സുന്നത്തുകൾ ഉള്ളത്? 22 റക്അത്ത്. 22 റക്അത്തുകളാണ് റവാത്തിബ് സുന്നത്തുകൾ. ളുഹറിന്റെ മുമ്പ് 4, ശേഷം 4, അസറിന്റെ മുമ്പ് 4, മഗ്രിബ് ഫർദ് നിസ്കരിക്കുന്നതിന് മുമ്പ് 2, ശേഷം 2, ഇശാഇന്റെ മുമ്പ് 2, ശേഷം 2, സുബഹിയുടെ മുമ്പ് 2. ഇങ്ങനെയാണ് ഇപ്പോ സുന്നത്ത് റവാത്തിബ് സുന്നത്ത് നിസ്കാരം. ആ കൂട്ടത്തിൽ 12 റക്അത്ത് എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഈ 12 റക്അത്ത് ളുഹറിന്റെ മുമ്പ് 4 റക്അത്ത്. ളുഹറിന്റെ മുമ്പ് റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കുമ്പോൾ 4 റക്അത്ത് നിസ്കരിക്കുന്നതിൽ ഒരു പ്രത്യേകത കാണുന്നുണ്ട്. മറ്റൊരു ഹദീസിൽ ഈ 12 റക്അത്ത് റവാത്തിബിനെ എണ്ണിയത് ളുഹറിന്റെ മുമ്പ് സൂര്യൻ മധ്യരേഖയിൽ നിന്ന് തെറ്റിയ ശേഷം ളുഹർ ഫർദ് നിസ്കരിക്കുന്നതിന് മുമ്പ് ഒരു 4 റക്അത്ത് നിസ്കരിക്കാനാണ്. ളുഹറിന്റെ മുമ്പ് 4, ശേഷം 2, മഗ്രിബിന്റെ ശേഷം 2, ഇശാഇന്റെ ശേഷം 2, സുബഹിയുടെ ശേഷം 2, സുബഹിയുടെ മുമ്പ് 2. ഇങ്ങനെയാണ് ഈ 12 റക്അത്ത് എന്നത്. ഈ 12 റക്അത്ത് റവാത്തിബ് മുഅക്കദായ എന്ന് പറഞ്ഞാൽ റവാത്തിബ് സുന്നത്തുകളുടെ കൂട്ടത്തിൽ ശക്തിയായ സുന്നത്താണ്. അതാണ് ഈ 12 റക്അത്ത് എന്ന് പറയുന്നത്. ഈ 12 റക്അത്ത് നിസ്കരിച്ചാൽ ഓനിക്ക് കിട്ടുന്ന പ്രതിഫലമാണ് ഈ പറയുന്നത്. പിന്നെ ഉച്ചയുടെ മുമ്പ് ളുഹറിന്റെ മുമ്പ് ഈ 4 റക്അത്ത് വരുന്നതിന് എന്തോ ഒരു സാങ്കത്യം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചെറിയൊരു സൂചന പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഈ സൂര്യൻ മധ്യരേഖയിൽ നിന്ന് നീങ്ങുക, മധ്യരേഖയിൽ എത്തുക എന്നൊക്കെ പറയുന്നത് ഒരു പ്രധാനപ്പെട്ട മുഹൂർത്ത സമയമാണ്. അത് ഒരുപാട് കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, സൂറത്ത് നഹലിലെ 48ാമത്തെ സൂക്തത്തിലാണ് കാണുന്നത്. അള്ളാഹു പഠിച്ച വസ്തുക്കളെ നോക്കണില്ലേ? അതിന്റെ നിഴലിൽ ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ ചായുന്നതും പോകുന്നതും ഒക്കെ കാണുന്നില്ലേ? ഒരു വസ്തു കുത്തനെ നിൽക്കുന്ന ഒരു സാധനം രാവിലെ മുതൽക്ക് അതിന്റെ ഒരു നിഴല് ഒരു വശത്തേക്കാണെങ്കിൽ സൂര്യൻ മധ്യരേഖയിലെത്തി ചിരിയാൻ തുടങ്ങുമ്പോൾ ഇതിന്റെ നിഴലും മാറും. അള്ളാഹ്ക്ക് വഴിപ്പെട്ടുകൊണ്ട് ഈ വസ്തുക്കളൊക്കെ സുജൂദ് ചെയ്യാണ്. ബഹുമാനപ്പെട്ട മുജാഹിദ് റളിയല്ലാഹു അൻഹു താബീങ്ങളിൽപ്പെട്ട മഹാനാണ്. മഹാനവറുകൾ പറയുന്ന ഈ ആയത്തിന്റെ തഫ്സീർ, ഇദാ സാനത്തി ശംസു, സൂര്യൻ മധ്യരേഖയിൽ തെറ്റിയാൽ സജദ കുല്ലു ശൈഇൻ ലില്ലാഹ്, എല്ലാ വസ്തുക്കളും അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യും. അങ്ങനത്തെ ഒരു ടൈമാണ് ഇത്. നമ്മൾ ഈ ളുഹർ ബാങ്ക് കൊടുക്കുന്ന ടൈം. അപ്പൊ ആ ബാങ്ക് കഴിഞ്ഞിട്ട് 2 അല്ല, എത്ര തന്നെ നിസ്കരിക്കുക, 4 തന്നെ നിസ്കരിക്കുക. ശേഷം 2 മതി. മഗ്രിബിന്റെ ശേഷം 2, ഇശാഇന്റെ ശേഷം 2, സുബഹിയുടെ മുമ്പ് 2. ഇതാണ് മുഅക്കദായ സുന്നത്ത് നിസ്കാരങ്ങൾ. അപ്പൊ ഇത് ശ്രദ്ധിക്കണമെന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഹദ്ദാദ് തങ്ങളെ കൂടി നമ്മളെ ഉപദേശിക്കണം. അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. സുന്നത്തുകൾ ധാരാളം നിർവഹിക്കാനുള്ള അവസരങ്ങളും മാനസികമായ ഉത്സാഹങ്ങളും അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ചു നൽകട്ടെ. അള്ളാഹിന്റെ പൊരുത്തം കരഗതമാക്കാൻ സ്വർഗീയ ആരാമത്തിലെ സുന്ദരമായ ഭവനം അത് സ്വന്തമാക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. എല്ലാവിധ ശർറുകളിൽ നിന്നും അള്ളാഹു നമുക്ക് രക്ഷപ്പെടുത്തട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.